ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് കടയിൽ പോയപ്പം കടച്ചക്ക മേടിച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പവും കടച്ചക്ക കറിയും. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ അപ്പം ഇടിയപ്പം പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഒട്ടും തരിയില്ലാത്തത്. പുട്ടുപൊടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1.5 കപ്പ് പൊടി ഇടാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ മെഷറിംഗ് കപ്പോ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റാഗി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന റാഗി പൗഡറാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതായാലും മതി. റാഗി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതൊരു 1/2 കപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഈ പൊടിയുടെ കൂടെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തപ്പോൾ 1/2 കപ്പ് റാഗിപ്പൊടി. അപ്പോൾ റാഗി ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് അരിപ്പൊടി എടുത്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഗി ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലുകൾക്കൊക്കെ നല്ല ബലം തരും. അപ്പോൾ ഇതുപോലെ പുട്ടോ അപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റാഗി പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു മിക്സി ബൗളിലോട്ട് ഒരു 1.25 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വരെ തേങ്ങ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് ചോറിടാം. പിന്നെ ഒരു ഏകദേശം 1/4 ടീസ്പൂണോളം ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് യൂസ് ചെയ്യാവേ. ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നേരിട്ട് തന്നെ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പലരും ചോദിക്കാറുണ്ട് പഞ്ചസാര ഒഴിവാക്കാവോന്ന്. പക്ഷെ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരല്പം പഞ്ചസാര ചേർത്താലേ അത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 1.5-2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതൊട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ആ പൊടിയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ലൂസായി പോകണ്ട കേട്ടോ. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കാം. സാധാ വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ എത്ര വെള്ളം വേണമെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന പൊടിക്കും റാഗി പൊടിക്കും ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. രാവിലെ എടുത്ത് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചത് നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ട് പിന്നെ അങ്ങ് താഴ്ന്നു പോയതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം റെഡിയാക്കാം. ഇപ്പോൾ 2 ചെറിയ കടച്ചക്കയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിനെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു കറ പോലെ ഉണ്ടാവേ. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ ആയിപ്പോവും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇനി അതിനുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു 3 ചെറിയ സവോള ഇതുപോലെ കനം കുറച്ച് അരിയുക. വലുതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചാണ് വെക്കുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കറിയിൽ നമ്മൾ പൊടികളൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം
3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് വലിയ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോകരുത്. നല്ലൊരു മണം വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ടൊരു വലിയ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ്. ഇതിനകത്തേക്കൊരു 4-5 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം വരും കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി പൊടികൾ നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അത് പിന്നെ ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു പച്ച ചൊവയങ്ങ് മാറണം. എന്നിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒത്തിരി വേവ് ഒന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി എടുത്തു വച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. കടച്ചക്കയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച മൂപ്പിച്ചെടുത്ത ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് മൂത്തിട്ടുണ്ടാവണം. അതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ കടച്ചക്കയുടെ വേവ് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലത് പെട്ടെന്ന് വേവും, ചിലത് കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അഥവാ ഇത്ര വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പാകത്തിന് ഒഴിച്ചാൽ മതി. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും. അപ്പോൾ കറി ആകുമ്പോഴേക്കും നമുക്ക് അപ്പവും കൂടി ചുട്ടെടുക്കാം. ഈ അപ്പം ഞാൻ ഇതുപോലെ പരന്നൊരു പാനിൽ ഒഴിച്ചിട്ട്, അതായത് വെള്ളയപ്പം ഉണ്ടാക്കത്തില്ലേ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം പാനിൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ മാവിലോട്ട് പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഇളകി വരികയൊക്കെ ചെയ്യും. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ചുട്ടെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കറി ഒന്ന് നോക്കണം കേട്ടോ. വെള്ളം വറ്റിപ്പോയോ എന്നൊക്കെ ഒന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അപ്പം എല്ലാം റെഡിയാക്കി ഏകദേശം ഒരു 12 അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ കറിയും ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആയാലും നല്ലതാണ് കേട്ടോ. ചോറിനോ ചപ്പാത്തിക്കോ ഇടിയപ്പം അപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റാണ്. കടച്ചക്കയൊക്കെ നമ്മുടെ പക്ക നാടൻ സാധനങ്ങളല്ലേ, അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ റാഗി അപ്പത്തിന് റാഗിയുടെ ഒത്തിരി ചൊവയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കാരണം നല്ല ചൊവയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ അത്ര ഇഷ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഒട്ടും ചൊവയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.